ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടായാൽ കൊൽക്കത്ത വരെ ആക്രമിക്കുമെന്ന പാക് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ചുട്ട മറുപടിയുമായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇനിയൊരു ഏറ്റുമുട്ടലുണ്ടായാൽ അതിന്റെ തിരിച്ചടി അതിർത്തിയിൽ മാത്രം ഒതുങ്ങില്ല, കൊൽക്കത്ത വരെ ആക്രമിക്കുമെന്ന ഭീഷണി അടുത്തിടെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് മുഴക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാന് നേരെ ഭാവിയിൽ എന്തെങ്കിലും സൈനിക നീക്കമുണ്ടായാൽ മറുപടി അതിർത്തിയിൽ മാത്രം ഒതുങ്ങില്ല. ഇന്ത്യ ഒരു വ്യാജ ഓപ്പറേഷന് പദ്ധതിയിടുന്നതായി സൂചന ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തടവിലുള്ള പാകിസ്ഥാൻ പൗരന്മാരെയോ അല്ലെങ്കിൽ സ്വന്തം പൗരന്മാരെ തന്നെയോ ഉപയോഗിച്ച് ഭീകരാക്രമണമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചേക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ആരോപിച്ചത്. അത്തരം നീക്കമുണ്ടായാൽ കൊൽക്കത്ത ഉൾപ്പെടെയുള്ള വിദൂര നഗരങ്ങളിൽ വരെ കടന്നുകയറി പാകിസ്ഥാൻ തിരിച്ചടി നൽകും. എന്നാൽ ഈ ആരോപണത്തിന് തെളിവ് നൽകാൻ ഖ്വാജ ആസിഫ് തയ്യാറായില്ല. യുദ്ധമുണ്ടായാൽ അത് കേവലം 200-250 കിലോമീറ്റർ ചുറ്റളവിൽ പരിമിതപ്പെടില്ല. ഇന്ത്യൻ മണ്ണിൽ കയറി വീടുകൾക്കുള്ളിൽ വരെ പ്രഹരമേൽപ്പിക്കുമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഖ്വാജ ആസിഫിന്റെ ഈ പ്രകോപനപരമായ പ്രസ്താവനയ്ക്ക് കടുത്ത മറുപടിയേകിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഇതുപോലെയുള്ള പ്രസ്താവനകൾ അയൽ രാജ്യങ്ങൾക്കിടയിലെ ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ചരിത്ര സംഭവങ്ങളും പാകിസ്ഥാനെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം ഭീഷണികൾ എങ്ങനെ തിരിച്ചടിയാകുമെന്നതിന് ചരിത്രം തെളിവ് നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടത് ലോകം കണ്ട സംഭവമാണ്. അന്നുണ്ടായ സംഭവ വികാസങ്ങൾ ഇന്നും ചരിത്രപാഠമായി നിലനിൽക്കുന്നതാണെന്നും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് അനിവാര്യമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഇത്തരം പ്രകോപനപരമായ പ്രസ്താവന നടത്തേണ്ടതില്ലായിരുന്നു. 55 വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടപ്പോൾ അതിന്റെ ഫലങ്ങൾ അവർ അനുഭവിച്ചു. ബംഗാളിനെതിരെ കണ്ണെറിഞ്ഞാൽ ഇത്തവണ പാകിസ്ഥാൻ എത്ര ഭാഗങ്ങളായി വിഭജിക്കപ്പെടുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ഇതായിരുന്നു രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. ഇന്ത്യൻ മണ്ണിൽ പാകിസ്ഥാൻ പ്രകോപനം നടത്തിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. 2025 ഏപ്രിലിൽ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഇതിന് ഉദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതിനിടെ മമതാ ബാനർജി അധികാരത്തിൽ വന്നാൽ ഭീഷണി മുഴക്കിയവരെ വീട്ടിൽ കയറി വധിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറയുകയുണ്ടായി. ഇങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രസ്താവനകൾക്കും പ്രതികരണങ്ങൾക്കും പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വീണ്ടും സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതായാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും ആണവ ശക്തികളായതിനാൽ തന്നെ ചെറിയൊരു വാക്കുതർക്കങ്ങൾ പോലും അന്തർദേശീയ തലത്തിൽ വലിയ ആശങ്കകൾക്ക് ഇടയാക്കുകയാണ്. വിദേശ നയ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഇരു രാജ്യങ്ങളും സമാധാനപരമായ നയതന്ത്ര മാർഗങ്ങൾ പിന്തുടരുന്നതാണ് പ്രദേശത്തിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും നിർണായകമെന്നാണ്. അതിനിടെ അന്താരാഷ്ട്ര സമൂഹവും ഈ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തി വരികയാണ്. ഏഷ്യൻ മേഖലയിലെ സമാധാനം നിലനിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും ഉത്തരവാദിത്വപരമായ സമീപനം സ്വീകരിക്കണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങൾ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ വാക്കുകൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കുമെന്ന മുന്നറിയിപ്പും ആഗോളതലത്തിൽ നിന്നും ഉയരുന്നുമുണ്ട്. വാർത്തയുടെ നിറം തേടി തനിനിറം.